ഫ്രാഗ്രൻസ് ഓഫ് പീസ് ബൈ ഇറോം ഷർമിള. മണിപ്പൂരിൻ്റെ ഉരുക്കു വനിതയായി അറിയപ്പെടുന്ന ഇറോം ഷർമിള ഒരു കവിയും ആക്ടിവിസ്റ്റും കൂടിയാണ്. പ്രശ്നമേഖലയായി കണ്ടിരുന്ന വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിൽ പ്രാബല്യത്തിലുണ്ടായിരുന്ന ആംഡ് ഫോഴ്സസ് ആക്ട് AFSPAക്ക് എതിരെ ഇറോം ഷർമിള നടത്തിയ അസാധാരണമായ 16 വർഷങ്ങൾ നീണ്ടുനിന്ന നിരാഹാര സമരമാണ് അവർക്ക് ഇത്രയധികം പ്രശസ്തി നേടിക്കൊടുത്തത്. മണിപ്പൂരിൽ 2000 നടന്ന മാലോം കൂട്ടക്കൊലകളാണ് ഇറോം ഷർമിളയെ പ്രക്ഷോഭത്തിൽ ഇറങ്ങാൻ സാഹചര്യമൊരുക്കിയ സംഭവം. ഇവരുടെ കവിതകൾ പേഴ്സണലും അതേസമയം യൂണിവേഴ്സലും ആണ്. മാത്രമല്ല അവ പ്രതിഷേധം, ത്യാഗം, പ്രതീക്ഷ മുതലായ ആശയങ്ങളെ പ്രതിധ്വനിക്കുന്നവയുമാണ്. ഇറോം ഷർമിളയുടെ ഫ്രാഗ്രൻസ് ഓഫ് പീസ് അവർ മെയ്തി ഭാഷയിൽ എഴുതിയതും പിന്നീട് അതിനെ തയൻജം ബിജോയ് കുമാർ സിംഗ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒന്നാണ്. ഈ കവിതയിലൂടെ കവി അവരുടെ അഹിംസയോടുള്ള അചഞ്ചലമായ വിശ്വാസത്തെയും സമാധാനത്തിൻ്റെ പരിവർത്തനപരമായ കഴിവിനെയുമാണ് പ്രകടിപ്പിക്കുന്നത്. കവിത തുടങ്ങുന്നത് കവിയുടെ ഒരു ആഗ്രഹ പ്രകടനത്തോടുകൂടിയാണ്. തൻ്റെ മരണശേഷം തൻ്റെ ശരീരം പുണ്യഭൂമിയായ ഫാദർ കൊബ്രു കൊടുമുടിയിൽ അടക്കം ചെയ്യണം എന്നാണ് കവി ആവശ്യപ്പെടുന്നത്. മണിപ്പൂർ ജനത ആധ്യാത്മിക മറ്റും സാംസ്കാരിക പ്രാധാന്യം നൽകുന്ന ഒരു സ്ഥലമാണ് ഫാദർ കൊബ്രു കൊടുമുടി. ഇത് കവിയുടെ ജന്മനാടിൻ്റെ ഒരു ഭാഗമായി താൻ എപ്പോഴും നിൽക്കണമെന്നുള്ള ആഗ്രഹത്തെയാണ് കാണിക്കുന്നത്. ഇവിടെ ഇറോം ഷർമിള കോടാലി, തീ മുതലായവയുടെ സഹായത്താൽ ശരീരത്തെ ദഹിപ്പിക്കുന്ന ഹിംസാപരമായ രീതിയെ തള്ളിക്കളയുന്നു. പകരം അവരുടെ ശരീരത്തെ അടക്കണമെന്നും അങ്ങനെ അവരുടെ ശരീരം സമയമെടുത്ത് അഴുകി മണ്ണിനോട് ലയിച്ച് ചേർന്ന് ഖനികളുടെ അയിരായി മാറണം എന്നുമാണ് കവി ആഗ്രഹിക്കുന്നത്. ഈ അലങ്കാര പ്രയോഗത്തിലൂടെ ഇറോം ഷർമിള റിന്യൂവലിനെയും കണ്ടിന്യൂറ്റിയെയുമാണ് അർത്ഥമാക്കുന്നത്. കൂടാതെ ത്യാഗത്തിനോടുള്ള അവരുടെ വിശ്വാസവും വെളിപ്പെടുന്നുണ്ട്. അങ്ങനെ വരും കാലങ്ങളിൽ കാംഗ്ലയിൽ നിന്നും, അതായത് കവിയുടെ ജന്മദേശമായ മണിപ്പൂരിൽ നിന്നും ലോകമെമ്പാടും സമാധാനത്തിൻ്റെ സുഗന്ധം പരക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാണ് കവിതയെ കവി അവസാനിപ്പിക്കുന്നത്. സുഗന്ധം പരത്തുന്ന സമാധാനം എന്ന ഈ രൂപകത്തിനൊപ്പം ഇറോം ഷർമിള ഈ കവിതയിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിനെ ഒഴിവാക്കിയതിലൂടെ കവിയുടെ അധികാരവർഗത്തിനോടും അധികാര ശ്രേണിയോടുമുള്ള എതിർപ്പും പ്രകടമാക്കുന്നുണ്ട്. അങ്ങനെ ഇറോം ഷർമിള ഈ കവിതയിലൂടെ തൻ്റെ വാക്കും പ്രവൃത്തിയും വരും തലമുറയ്ക്ക് വേണ്ട പ്രചോദനം നൽകുന്ന ഒന്നാണ് എന്ന് സ്ഥാപിക്കുകയാണ്.